ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ടല്ലേ? ഫോട്ടോഷൂട്ടിൽ അവൻ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കരുതിയില്ല ഇത്രയും നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഹരിതയ്ക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അവള് മിടുക്കിയ. ഹരിത മിടുക്കിയ. പക്ഷെ അത്രയും മിടുക്ക് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ? എന്തു പറ്റി? ഇവിടെ ഇപ്പൊ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലും സൂര്യയോ നന്ദിനിയോ ഇല്ല. അത് ശ്രദ്ധിച്ചിരുന്നോ താൻ? ഉണ്ടായിരുന്നല്ലേ ഏറ്റവും നല്ല ഫോട്ടോസ് നോക്കിയാ ഹരിത സെലക്ട് ചെയ്തത്. ചിലപ്പോ നല്ല ഫോട്ടോസ് നോക്കിയപ്പോ അവരതിലുണ്ടായി കാണില്ല. അതായത് അവരുള്ള ഫോട്ടോ നന്നാവില്ല അല്ലേ? ഇതെന്തിനാ അങ്ങനെയൊക്കെ ഒരു അർത്ഥം കാണുന്നേ? ഹരിതയുടെ ഒരു താല്പര്യം കൊണ്ട് അവള് വെച്ചു. അതിന് അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാ പോരെ? പത്മ, തനിക്കെല്ലാം നിസ്സാരോ? സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടതാ. അതിനിടയിൽ ഒരു സംസാരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു. അങ്കിൾ, ഇതെന്തിനാ അങ്കിൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? ഇവിടെ വെച്ച ഫോട്ടോസിന്റെ കാര്യത്തിൽ സൂര്യക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിച്ചോളാം. ഹരിത, പത്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് സൂര്യയെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം ആവരുത്. സൂര്യയെ നിങ്ങൾക്കൊന്നും ഇതുവരെ കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല. സൂര്യ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സൂര്യയെ കുറിച്ചുള്ള അങ്കിളുടെ എക്സ്പെക്ടേഷനാ എനിക്ക് മനസ്സിലാവാത്ത. അങ്കിൾ, സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ സൂര്യയുടെ പ്രത്യേകത? ഞാൻ ഒരുപാട് ആമ്പിള്ളേരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുമുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഉണ്ട്. അവരൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവരാ, അതീവ സമ്പന്നരാ, ലൈഫിൽ പലതും അച്ചീവ് ചെയ്തവരാ. ഇവിടെ എന്താ സൂര്യയുടെ നേട്ടം? അല്ല, എന്താ സൂര്യ ചെയ്തത്? പോട്ടെ, ഈ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം സൂര്യ ചെയ്തിട്ടുണ്ടോ? അങ്കിളിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം സൂര്യ ചെയ്തിട്ടുണ്ടോ? എന്റെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അങ്കിളിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ കാര്യം എടുത്തു പറയാൻ പറ്റുമോ? മോളെ, ആളുകളുടെ മഹത്വം അളക്കുന്നത് ഏത് അളവുകോലിലാണെന്ന് എനിക്കറിയില്ല. സൂര്യയിൽ പ്രത്യേകതകളൊന്നും മോൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മോളുടെ മാത്രം പ്രശ്നമാണ്. എനിക്കവൻ മികച്ചവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ തിരുത്താനോ ഒന്നും മോൾക്ക് അവകാശമില്ല. അത് ഞാൻ സമ്മതിച്ചു തരുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകൻ പെർഫെക്റ്റ് ആണ്. അവൻ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി മാത്രം മതി അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാം. അല്ലാതെ മോള് പറയുന്ന പോലെ കോടികൾ ഉണ്ടാക്കി തരുന്ന മകനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. പിന്നൊരു കാര്യം, സൂര്യ മുതിർന്നതിന് ശേഷം അവന് ദേഷ്യം തോന്നുന്ന ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് അവൻ നിന്നോടും നിന്റെ കുടുംബത്തിനോടും മാത്രമാണ്. അത് ഓർമ്മിക്കുന്നത് നല്ലതാണ്.